ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴം കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒരു 5-6 ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഏത് ബിസ്ക്കറ്റ് വേണമെന്ന് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആ ജാറിൽ തന്നെ നമുക്ക് ഒരു അരക്കപ്പ് പാല് ചേർക്കണം. പിന്നെ ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്തിട്ടുള്ളത് 2 പഴമാണ്. ഞാൻ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ കുറച്ചതാണ്. പിന്നെ ഏലക്ക. പിന്നെ അതിലേക്ക് 2 കപ്പ് മൈദയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് കുറച്ച് ചേർക്കട്ടോ. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ഈ തിക്ക് ഇതുപോലെയുള്ള ബാറ്ററി കേട്ടോ വേണ്ടിയത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണം. എന്നിട്ട് പാൻ വെച്ചിട്ട് പഞ്ചസാര ഇങ്ങനെ ലയിച്ചെടുക്കണം. ഇതുപോലെ ഒരു കളറാകുമ്പോൾ നമ്മൾ ബാറ്ററി അതിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. വേറെ പാത്രമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് കറുത്ത എള്ളാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നെയ്യും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റ് പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കറുത്ത മുന്തിരിയും കൂടിയും ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് തീ സിമ്മിലിട്ടിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഇതൊക്കെ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചെടുക്കാനൊക്കെ കേട്ടോ. പൊരി എന്ന് പറയും. അങ്ങനെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിത് ഒന്ന് വെന്തോന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ആയി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് പഴത്തിന് ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ.